ഇപ്പോൾ പ്രീമിയർ ലീഗിൽ ഒരു യുണൈറ്റഡിൻ്റെ ഒരു സെക്കൻഡ് ഫേസാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മൈക്കിൾ കാരിക്കിൻ്റെ അണ്ടറിൽ 6 മത്സരം കഴിയുന്നു. 6-ൽ 5 ജയം, ഒരു സമനില, തോൽവി അറിയാതെ പോരുന്നു. ഇപ്പോൾ 2026 പ്രീമിയർ ലീഗ് ക്ലബ്ബുകളിൽ ആരെങ്കിലും തോൽക്കാത്തുണ്ടെങ്കിൽ അത് യുണൈറ്റഡ് ആണ്. അങ്ങനെ സാധാരണയായി യുണൈറ്റഡിനെ കാണാത്ത എല്ലാ കണക്കുകളിലും യുണൈറ്റഡ് മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് മൈക്കിൾ കാരിക്ക് എന്നുള്ളൊരു പരിശീലകൻ ഇപ്പോൾ രണ്ടാമത്തെ ടെന്യൂറാണ് ആളൊരു ഇൻ്റർം കോച്ചായിട്ട് വരുന്നത്. മുമ്പും ഒലേ പുറത്തായപ്പോൾ പകരക്കാരനായിട്ട് വന്നത് കാരിക്കായിരുന്നു. കാരിക്ക് ആസ് എ ഫ്യൂച്ചർ മാനേജർ, യുണൈറ്റഡിൻ്റെ ഒരു ഭാവി ഫുൾ ടൈം മാനേജറായിട്ട് കാരിക്കിൻ്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട്? കാരിക്കിൻ്റെ ഫ്യൂച്ചർ സാധ്യതയെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഈ സീസണിൻ്റെ അവസാനം മാത്രമേ ക്ലബ്ബ് ഡിസ്കസ് ചെയ്യാൻ സാധ്യതയുള്ളൂ. കാരണം കാരിക്കിനെ കൊണ്ടുവന്നത് ഒരു ഇൻ്ററിം മാനേജർ എന്നുള്ള നിലയിൽ തന്നെയാണ്. ഇപ്പോൾ ഒലേ കാരിക്ക് അങ്ങനെ 2 ഓപ്ഷനായിരുന്നുള്ളത്. അപ്പോൾ ഒരു പക്ഷേ ഈ ഫ്യൂച്ചറും കൂടി മനസ്സിൽ കണ്ടിട്ടായിരിക്കണം ഒലേക്ക് പകരം കാരിക്കിനെ കൊണ്ടുവന്നത്. അപ്പോൾ ഇന്നലെ ഗാരി നെവിലിനോട് ഇതേ ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ കാരിക്കിനൊരു പെർമനൻറ്റ് റോൾ കൊടുക്കാനായോന്ന്. അപ്പം ഗാരി നെവിൽ പറഞ്ഞത് കാരിക്ക് ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിലൊക്കെ പൂർണ്ണ തൃപ്തിയാണ്. പക്ഷേ ഈ സീസണിന് ശേഷം ഈ മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് അവൈലബിൾ മാനേജർ ആരാണോ അവരാണ് യുണൈറ്റഡ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മുടെ ഒരു എക്സ് പ്ലെയർ എന്നൊരു ഫാക്ടർ അവിടുന്ന് മാറ്റി വെച്ചുകൊണ്ട് ഒരു ക്ലബിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും അവൈലബിളായ ഏറ്റവും നല്ല മാനേജർ എന്നുള്ള ഇതിൽ. അപ്പം എനിക്ക് തോന്നുന്നില്ല കാരിക്ക് എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് മാത്രം ചിന്തിച്ച് തുടങ്ങിയിട്ടില്ല എന്തായാലും. ഇപ്പോഴും ഒരു ഫ്യൂച്ചർ മാനേജർ, ഒരു ലോങ് ടേം മാനേജറിനെ കുറിച്ച് പല മാനേജേഴ്സായി ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഇപ്പോൾ PSG ലൂയിസ് എൻറിക്കെ അദ്ദേഹം ഇതുവരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല. പിന്നെ ഡിസർബി ഓൾറെഡി അവൈലബിളായി നിൽക്കുന്നുണ്ട്. പിന്നെ ഈ വേൾഡ് കപ്പ് കഴിയുന്നതോടുകൂടി നെഗൽസ്മാൻ ജർമ്മനിയുടെ മാനേജർ അവൈലബിൾ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ലോകോത്തര മാനേജർമാരൊക്കെ അവൈലബിളായി നിൽക്കെ ഇപ്പോൾ മൈക്കിൾ കാരിക്ക് ഈ ഒരു 6 കളി ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും 6 കളീൻ്റെ ഒരു മാത്രം വെച്ച് നോക്കുകയാണെങ്കിൽ കാരിക്കിനെ പെർമനൻ്റ് ആക്കുന്നതിൽ ആർക്കും പരാതി ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ജയിക്കുക എന്ന് മാത്രമല്ല, കളിയുടെ മൊത്തത്തിലൊരു നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ യുണൈറ്റഡ് DNA തിരിച്ചു കൊണ്ടുവരാനും ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കാരിക്കിന് പറ്റിയിട്ടുണ്ട്. പക്ഷെ അപ്പോൾ പോലും ഒരു ഫ്യൂച്ചർ മാനേജറായിട്ട് ഒരു പെർമനൻറ്റ് മാനേജർ ഇത് കൊടുക്കുന്നതിന് മുമ്പേ മറ്റ് ഓപ്ഷനുകളും കൂടി ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ, അതും ഈ സീസണിൻ്റെ അവസാനം, ഇപ്പോൾ നമ്മൾ 6 കളിയായിട്ടുള്ളൂ, ഇനിയും 11 കളിയും കൂടി ഈ സീസണിൽ 11 കളി ബാക്കിയുണ്ട്. അതും കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത്ര ഒരു ഡിസിഷനിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ ഇന്നലത്തെ ഒരു മത്സരം എടുക്കാം. മറ്റു പല മത്സരങ്ങൾ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്താണ്. ഇന്നലത്തെ ഒരു മത്സരം സ്പെസിഫിക്കായിട്ട് എടുക്കുമ്പോൾ ഒരൊറ്റ ഗോളാണ് കളി തീരുമാനിച്ചതെന്ന് പറയുമ്പോഴും ഗോൾ കീപ്പറായിട്ടുള്ള സെന്നെ ലാമൻസിൻ്റെ പെർഫോമൻസ് വളരെ എടുത്തു പറയേണ്ടത്. അതായത് എവർട്ടൺ അടിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിയിട്ടുണ്ട്. കോർണർ കിക്ക് വരുമ്പം കീപ്പറിന് ട്രബിൾ ചെയ്യാനുള്ള മാക്സിമം ഓപ്ഷൻസ് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രഷറും ആ ഗോൾ കീപ്പറിന് മേലെ കൊടുത്തിട്ടുണ്ട്. ആ ലാമൻസിൻ്റെ പെർഫോമൻസ് ഈ ഒരു മത്സരം എന്നല്ല, ഈ ഒരു സീസണിലുടനീളം യുണൈറ്റഡിൻ്റെ പല വിജയങ്ങൾക്കും ഒരു അദൃശ്യ ശക്തിയായിട്ട് ലെമൻസ് ഉണ്ടായിട്ടുണ്ട്. ആളുടെ ഒരു വരവും അതിനുശേഷം യുണൈറ്റഡിൻ്റെ ഒരു ഗോൾ കീപ്പിങ്ങിലുള്ള മാറ്റങ്ങളും എത്രത്തോളം നമുക്ക് അറിയാവുന്നതോടെ നമ്മളെ സീസണിൽ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിൽ നിൽക്കുമ്പോഴാണ് ലെമൻസ് സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് വരുന്നത്. ഇപ്പം ഒനാനയായാലും ഒനാനയുടെ ബാക്കപ്പായി ഉണ്ടായിരുന്ന ബെൻഡിയർ ആയാലും മിസ്റ്റേക്സുകൾ വരുത്തി. സത്യം പറഞ്ഞാൽ ലെമൻസ് ആദ്യ സീസൺ ആയതുകൊണ്ട് കുറച്ച് മിസ്റ്റേക്കുകൾ വരും, നമ്മളിവിടെ സെറ്റിൽ ആവാൻ സമയം എടുക്കും എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ സീസണിൽ ലെമൻസിൻ്റെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് വളരെ വിസിബിളായിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് പറയത്തക്ക ഒരു മിസ്റ്റേക്കും വന്നിട്ട് പോലും ഇല്ല. വെൽബെക്കിൻ്റെ ഫ്രീ കിക്ക് അങ്ങനെ 1-2 ഇത് ഹി കുഡ് ഹാവ് ഡൺ ബെറ്റർ എന്ന് പറയല്ലാതെ ഒരു മിസ്റ്റേക്ക് ഇതുവരെ ലെമൻസിൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല. അപ്പോൾ ഇന്നലത്തെ കളി ലെമൻസിൻ്റെ EPL ഏറ്റവും നല്ല പെർഫോമൻസ് ആയിരുന്നു. അത് തുടർച്ചയായി 10 കോർണറുകൾ വരുന്നു. അത് എന്താ പറയുക, ആർസണൽ സ്റ്റൈലിൽ അവർ ഗോളിനെ ഷീൽഡ് ചെയ്ത് കൂടുതൽ ആളുകളെ ഇറക്കി അദ്ദേഹത്തിന് പ്രഷർ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ വളരെ ഭംഗിയിൽ എല്ലാം ഡീലും. പിന്നെ അതുപോലെ എല്ലാ കാര്യത്തിലും ഇപ്പം നമ്മൾ ഈ കോർണർ സെറ്റ് പീസിൽ മാത്രമല്ല, ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും 2 കാലും കംഫർട്ടബിളാണ്, വളരെ ഈസി ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല ഷോർട്ട് സ്റ്റോപ്പറാണ്. ഇന്നലെ മൈക്കിൾ കീൻ്റെ നല്ലൊരു ലോങ് റേഞ്ചർ ഉണ്ടായിരുന്നു, പുള്ളി ഡൈവ് ചെയ്ത് തടുത്ത്. അപ്പോൾ എന്താ പറയുക, ഒരു 1ാം സ്ഥാനം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു ഫ്യൂച്ചർ നമ്പർ 1 എന്നുള്ള പൊസിഷൻ ലെമൻസ് സ്വന്തമാക്കി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ കാലങ്ങളായിട്ട് യുണൈറ്റഡിന്റെ ഗോൾ കീപ്പേഴ്സിന് അങ്ങനെ ഒരു ലെഗസി ഉണ്ടായിരുന്നു. ഫെർണാണ്ടസ്, ഡിഹേയ, അങ്ങനെ വന്നവരും പോയവരൊക്കെ ആയിട്ടുള്ള നല്ല നല്ല ഗോൾ കീപ്പേഴ്സിന്റെ ലെഗസി കീപ്പ് ചെയ്ത് കൊടുത്തുന്നത്. പിന്നെ വരുന്നത് യുണൈറ്റഡിന് പലപ്പോഴും ഗോൾ കീപ്പറിന്റെ എറർ കൊണ്ട് മത്സരം തോൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു മാച്ച് വിന്നറിനെ കിട്ടുന്നു. നമ്മൾ ഫെർഗൂസിന് ശേഷം ഒരുപാട് കളി ഡെഹിയ സ്വന്തം നിലയിൽ പോയിന്റ്സ് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അതിനുശേഷം
എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദ മാച്ച് ആയ പ്ലെയർ ഒരു പക്ഷേ ഡെഹി ആയിരിക്കും ഫെർഗൂസൺ ഇറക്കി ശേഷം. അതിനുശേഷം വളരെ മോശം 2 വർഷമാണ് കടന്നുപോയത്. അതായത് ഗോൾ കീപ്പർ കാരണം കളി ജയിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഗോൾ കീപ്പറുടെ മിസ്റ്റേക്ക് കൊണ്ട് മാത്രം നമ്മൾ ഓർക്കുകയാണെങ്കിൽ ഒനാനയുടെ ഫസ്റ്റ് വർഷം ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായത് ഈ ഒനാനയുടെ ഒരു മിസ്റ്റേക്സ് കൊണ്ട് മാത്രമാണ്. അത് തുടർച്ചയായി 4 കളിയിലും മിസ്റ്റേക്സ് പറ്റിയിട്ട്. അപ്പം അതിന് ശേഷം ഒരു വളരെ സോളിഡ് ആയിട്ടുള്ളൊരു ഗോൾ കീപ്പർ വന്നതെന്നുള്ളത് യുണൈറ്റഡിന് ഭയങ്കര ആശ്വാസമാണ്. ഇപ്പം സ്വന്തം നിലയിൽ പോയിന്റുകൾ, അത് ഏതൊരു വലിയ ടീമിൻ്റെ ഒരു സൈനാണ്. ഈ 11 പ്ലേയേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഇതിപ്പം ഒരു ഗോൾ കീപ്പർ കാരണം യുണൈറ്റഡിന് നഷ്ടപ്പെടാവുന്ന പോയിന്റ്സ് കിട്ടുക എന്നുള്ളത് യുണൈറ്റഡിന് ഒരു ഭയങ്കര ആശ്വാസമുള്ള കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നലത്തെ ഒരു വിന്നർ അടിച്ചത് നമുക്കറിയാം ഷെസ്കോ ആണ്. ഷെസ്കോ ഈ ഒരു സീസണിൻ്റെ തുടക്കത്തിൽ യുണൈറ്റഡിലേക്ക് വരുമ്പോൾ എംബ്യൂമോ കുറേയൊക്കെ നന്നായി കളിക്കുന്നു, കുഞ്ഞ് നന്നായി കളിക്കുന്നു. ഇവരൊക്കെ പ്രീമിയർ ലീഗിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ് എന്നുള്ളത് നമ്മൾ പലരും മറക്കുന്നു. അതായത് ഇവർ വരുന്നു, ഇവർ കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കുന്നു. പക്ഷേ ഷെസ്കോ ഒരു പുറത്തെ ലീഗിൽ നിന്ന് വേറെ തന്നെ ഒരു സ്ട്രക്ചർ ഓഫ് ലീഗിൽ നിന്ന് വരുന്നു, ഇവിടെ ഇൻട്രാക്റ്റ് ആവാനുള്ള സമയം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു പരാതിയായിരുന്നു. ഷെസ്കോ ഒരു മോശം തീരുമാനമായിരുന്നു, യുണൈറ്റഡിൻ്റെ ഒരു മോശം സൈനിങ് ആയിരുന്നു എന്നുള്ളത്. പക്ഷേ അതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടുന്ന വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ആണെങ്കിലും ഒരു ചെറിയ ടൈം ആണെങ്കിലും ആളുടെ ഒരു റോള് ഗോളുകളുടെയും അസിസ്റ്റുകളുടെയും അല്ലാതെ തന്നെയുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഷെസ്കോയുടെ ഈ ഒരു സീസണിൻ്റെ പെർഫോമൻസ് അങ്ങനെ ഒരു വിലയിരുത്തുന്നു. നമ്മൾ ഈ അമറിം സാക്കായതിന് ശേഷം വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോൾ എംബുഅമനെയും കുഞ്ഞിനെയും വാങ്ങിയതിന് ശേഷം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരു സീനിയർ സ്ട്രൈക്കറെ വാങ്ങിക്കാനായിരുന്നു അമോറിമിന് താല്പര്യം എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വന്നത്. അപ്പം ആസ്റ്റൺ വില്ലയുടെ ഒലി വാറ്റ്കിൻസ് ആയിട്ട് ലിങ്ക് ഉണ്ടായിരുന്നു. വാറ്റ്കിൻസ് ആയിരുന്നു പ്രിഫറൻസ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ആർസണൽ സൈൻ ചെയ്ത ഗ്യോക്കറസ് ആയിട്ടും ലിങ്ക് ഉണ്ടായിരുന്നു. ഗ്യോക്കറസും കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആണല്ലോ. പക്ഷേ ഇത് ഇനിയോസിൻ്റെ ഡിസിഷനാണ്, വിവലിൻ്റെ ഡിസിഷനാണ്. നമുക്ക് അങ്ങനെയല്ല, നമ്മളൊരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുക. നമ്മളെ ഇപ്പോഴത്തെ സൈനിങ്സ് നോക്കുകയാണെങ്കിൽ പഴയ സൈനിങ്സ് ഈ ഇനിയോസ് വന്നതിന് ശേഷം ഈ ഗ്ലേസർ സൈനിങ്സ് നിന്ന് ഉണ്ടായ ഏറ്റവും വലിയ വ്യത്യാസമാണ് ഈ വലിയ പേരുകൾക്ക് പോവാതെ ഫ്യൂച്ചറും കൂടി നോക്കിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വാറ്റ്കിൻസ് വേണ്ടാന്ന് തീരുമാനിക്കുകയും അപ്പോൾ ഈ സെസ്കോനെ പോലത്തെ ഒരു പ്ലെയർ വാങ്ങുമ്പം ഒരു റിസ്ക് അതിൻ്റെ കൂടെ വരുന്നുണ്ട്. കാരണം ഈ രാജ്യത്തിൽ ഈ ലീഗിൽ പുതിയതാണ്, യങ് ആണ്. അപ്പോൾ നമുക്ക് ഒരു ജർമ്മൻ ലീഗൊക്കെ നമ്മൾ എത്ര പറഞ്ഞാലും ജർമ്മൻ ലീഗിലൊക്കെ ഒരു കോമ്പറ്റീഷൻ ലെവൽ, ഫിസിക്കാലിറ്റി ലെവലൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പം അതിൽ നിന്ന് ഇങ്ങോട്ട് അഡാപ്റ്റ് ആവാൻ ഒരു ടൈം എടുക്കും എന്നുള്ളത് എല്ലാവരും പ്രതീക്ഷയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇപ്പം ബെഞ്ചിൽ നിന്നാണ് വരുന്നതെങ്കിലും കഴിഞ്ഞ 4 കളിയിലെ 3 ഡിസൈസീവ് ഗോളാണ് അവസാന നിമിഷം അടിച്ചത്. അപ്പം നല്ല രീതിയിൽ ഈ ലീഗിലേക്ക് ജെല്ലായിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ക്യാരിക്കിൻ്റെ ഒരു സെക്കൻഡ് യുണൈറ്റഡ് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും ഈ ടീമിലെ കോർ പ്ലെയേഴ്സ് പലരും നമുക്കറിയാം അമോറിമ് കൊണ്ടുവന്ന സൈനിങ്സ് ആണ്. അമോറിമിൻ്റെ സൈനിങ്സ് ഒന്നും ഫെയിലിയർ ആയിട്ടില്ല എന്നുള്ളത് തെളിയിക്കപ്പെട്ടാണ്. അപ്പം കുഞ്ഞ, എംബ്യൂമോ, ലെമൻസ്, സെസ്കോ, ഈ പ്ലെയേഴ്സൊക്കെ കഴിഞ്ഞ വർഷം ഡോർഗു. അപ്പോൾ യുണൈറ്റഡിലേക്ക് ഈ ഒരു സ്ക്വാഡ് ബിൽഡ് ചെയ്യുന്നത് നമുക്കറിയാം അമോറിമ് ക്രിയേറ്റ് ചെയ്ത സ്ക്വാഡിനെ ഏറ്റവും നന്നായി ക്യാരിക്ക് ഉപയോഗപ്പെടുത്തിയെന്ന് ശരിക്കും പറഞ്ഞുകൂടെ നമുക്ക്? അതെ. ഈ അമോറിമിൻ്റെ അണ്ടറിൽ വന്ന 5 സൈനിങ്സും നിങ്ങൾ ഈ പറഞ്ഞ 5 സൈനിങ്സും ഇപ്പോൾ ടീമിൻ്റെ ഏറ്റവും അഭിവാജ്യ ഘടകങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുമ്പ് നോക്കുകയാണെങ്കിൽ നമ്മൾ അമോറിമിൻ്റെ മുമ്പുള്ള ടെൻഹാഗിനെ കുറിച്ച് ഏറ്റവും വലിയ പരാതി സൈനിങ്സ് ആയിരുന്നു. വലിയ പൈസ മുടക്കി ആന്റണീനെ പോലുള്ള പ്ലെയേഴ്സ്, ഒനാന ഒക്കെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ, അദ്ദേഹത്തിൻ്റെ മുമ്പ് അദ്ദേഹത്തിൻ്റെ കൂടെ കളിച്ച പ്ലെയേഴ്സ്, അദ്ദേഹത്തിൻ്റെ ഏജൻസിയുടെ അണ്ടറിലുള്ള പ്ലെയേഴ്സ്. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ പരാതിയായിരുന്നു. അത് മിക്ക പ്ലെയേഴ്സും ഫ്ലോപ്പായിരുന്നു. ഇപ്പോൾ ലിസാൻഡ്രോ മാർട്ടിനസ് ഒഴിച്ചു നിർത്തിയാൽ ആ ഒരു സ്ട്രീമിൽ നിന്ന് വന്ന എല്ലാ പ്ലെയേഴ്സും ഇപ്പോൾ ആരും ടീമിൽ ഇല്ലതാണ്. അപ്പം ടെൻഹാഗിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതിയായിരുന്നു. അപ്പം അമോറിമിൻ്റെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അമോറിമിൻ്റെ ഗെയിം സ്റ്റൈലും ഫോർമേഷനൊക്കെ കുറിച്ച് പരാതി പറഞ്ഞാൽ പോലും അദ്ദേഹത്തിൻ്റെ സൈനികളെ കുറിച്ച് യാതൊരു പരാതി ഇപ്പം ഉണ്ടാവില്ല. ഇപ്പോഴത്തെ നമ്മളൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ളൊരു ഇത് ബിൽഡ് ചെയ്തത് അമോറിമാന്ന് തന്നെ പറയേണ്ടി വരും ഈ ടീം ഇനി അങ്ങോട്ട് മെച്ചപ്പെടുമ്പോൾ. അപ്പോൾ ഇനി യുണൈറ്റഡിൽ അറിയാം ഒരു ഇപ്പം ടോപ്പ് 4 നിലനിൽക്കുകയാണ്. ആ ടോപ്പ് 4 മാറിയിട്ട് യുണൈറ്റഡ് പഴയ യുണൈറ്റഡ് ആവണമെങ്കിൽ ഒരു ട്രോഫി വിന്നിങ് ചാമ്പ്യൻ സ്ക്വാഡാണ്, അല്ലെങ്കിൽ ട്രോഫി വിന്നിങ് ഉള്ളൊരു ബലമുള്ളൊരു സ്ക്വാഡാണ്. അപ്പോൾ യുണൈറ്റഡ് എവിടെ റീഎൻഫോഴ്സ്മെൻറ്റ് നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്? എവിടെയൊക്കെ മാറ്റങ്ങൾ വരാൻ വേണ്ടി സ്ക്വാഡിൽ? നമ്മളിപ്പോൾ സ്ക്വാഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ വളരെ തിന്നായിട്ടുള്ള സ്ക്വാഡാണ്. പക്ഷേ ഈ സീസണിൽ അത് അഫോർഡ് ചെയ്യാൻ പറ്റും. കാരണം ചാമ്പ്യൻസ് ലീഗ് ഇല്ല, ഈ അതുകൊണ്ട് വീക്ക്ലി വൺസ് കളി ആയതുകൊണ്ട് ഇപ്പം നമുക്ക് എന്തായാലും അടുത്ത വർഷം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ചാമ്പ്യൻസ് ലീഗ് കിട്ടും എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കാണാം. അങ്ങനെ പോകുമ്പം ഒരുപാട് റീഇൻഫോഴ്സ്മെൻറ്റ് വേണ്ടി വരും. കാരണം എല്ലാ പൊസിഷനിലും നമുക്ക് ഓരോ പ്ലെയേഴ്സ് എന്നുള്ള രീതിയിലാണ് മിക്ക പൊസിഷനിലും, ഡിഫൻസ് ഒഴിവാക്കിയാൽ.
ഇപ്പം മൈനു ആയാലും കശ്മീറോ ആയാലും അവർക്ക് ഒരു പ്രോപ്പർ ബാക്കപ്പ് ഇല്ല. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് 2 പ്ലെയേഴ്സ് വരാൻ സാധ്യതയുള്ളത് മിഡ്ഫീൽഡിൽ തന്നെയാണ്. അതിൽ തന്നെ ഈ പറഞ്ഞതിൽ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആയ കശ്മീറോ ഈ വർഷം അനൗൺസ് ചെയ്ത് കഴിഞ്ഞു പോവാണെന്ന്. അപ്പം ഈ കശ്മീറിനെ റീപ്ലേസ് ചെയ്യാന്ന് വെച്ചാൽ ഒട്ടും എളുപ്പമാവില്ല. കാരണം നമ്മൾ ഒരു സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്നുള്ള നിലയിലാണ് കാണുന്നതെങ്കിലും ഇന്ന് ബ്രൂണോ കഴിഞ്ഞാൽ ടീമിലെ ഏറ്റവും വലിയ ക്രിയേറ്റീവ് പ്ലെയർ അതാണ്. അതിനത് കൂടാതെ ഈ പ്രധാനപ്പെട്ട സമയത്ത് ഈ സെറ്റ് പീസ് ഗോളുകൾ അടിക്കുന്ന ഈ സീസണിൽ 5-6 ഗോൾ ഓൾറെഡി അടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു എല്ലാം കൂടിയുള്ളൊരു പാക്കേജ് ഒരിക്കലും നമുക്ക് പുറത്തുനിന്നൊരു പ്ലെയറെ വാങ്ങിയിട്ട് അപ്പോൾ നമ്മൾ എന്തായാലും കാശ്മീറോ പോകുമ്പോൾ ഒരു 2 മിഡ്ഫീൽഡേഴ്സിനെ വാങ്ങുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഓൾറെഡി മിഡ്ഫീൽഡ് അത്ര വീക്ക് ഏരിയ ആണ്. പിന്നെ ഒരു ലെഫ്റ്റ് വിങ്ങർ വാങ്ങണം. ഇപ്പോൾ ഈ ഡോർഗുവിനെ വിങ് ബാക്ക് മാറ്റി വിങ്ങർ കളിപ്പിച്ച തന്നെ കാരിക്കിന് വിട്ട് വേണ്ടതുകൊണ്ടാണ്. ഇപ്പോൾ കുഞ്ഞ പിന്നെയാണല്ലോ വന്നത്. ആദ്യം ഡോർഗു ഇഞ്ചറി ആവുന്നവരെ ഡോർഗു ആണ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ലെഫ്റ്റ് വിങ്ങറെ വാങ്ങുന്നുള്ള കാര്യത്തിലും ഒരു സംശയമില്ല. പിന്നെ റീപ്ലേസ്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലാണ്. ലെഫ്റ്റ് ബാക്കിൽ ഇപ്പം അതെ ലൂക്ക് ഷോ 2014 ടീമിൽ വന്നത്. അതെ 12 വർഷം. അപ്പോൾ ആദ്യ വർഷം തന്നെ വലിയൊരു ഇഞ്ചറി പറ്റി. ഒരു പക്ഷേ കരിയർ വരെ തീർന്നേക്കാൻ തോന്നുന്ന ഒരു ഇഞ്ചറി പറ്റിയിരുന്നു. അങ്ങനെ ഒരു വർഷം പുറത്തിരുന്നു ചാമ്പ്യൻസ് ലീഗ് മാച്ചിനിടയിൽ. അപ്പോൾ അതിന് ശേഷം വന്നതിന് ശേഷം പുള്ളി പകുതി സമയം പോലും കളിച്ചിട്ടില്ല. ഇഞ്ചറീസ് ഭയങ്കര പ്രശ്നമായിരുന്നു. അതെ. അപ്പോൾ ലൂക്ക് ഷോനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി 4-5 പ്ലെയേഴ്സിനെ യുണൈറ്റഡ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ആ പ്ലെയേഴ്സിനെ ലൂക്ക് ഷോ വീണ്ടും റീപ്ലേസ് ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ലൂക്ക് ഷോക്ക് ഒരു ലോങ് ടേം റീപ്ലേസ്മെൻറ്റ് തന്നെ ആയിരിക്കും ഡിഫൻസിലാകെ ഞാൻ കാണുന്നൊരു ഇത്. കാരണം സെൻറ്റർ ബാക്ക് വാങ്ങിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം മെഗ്വയർ ഒരു വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. ലിസാൻഡ്രോ മാർട്ടിനസ് ഉണ്ട്, ഡിലൈറ്റ് ഉണ്ട്, പിന്നെ യോറോ ഉണ്ട്, ഹെവൻ ഉണ്ട്. ഒരു 5-6 പ്ലെയേഴ്സ് ആ 2 പൊസിഷന് വേണ്ടി റെഡിയാണ്. ഇപ്പോൾ റൈറ്റ് ബാക്ക് നോക്കിയാലും ചാൻസ് കുറവാണ്. ഒരു ലെഫ്റ്റ് ബാക്ക്, 2 സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ്, ഒരു വിങ്ങർ. ഇതായിരിക്കും പ്രധാനമായിട്ട് അടുത്ത വിൻഡോയിൽ ടാർഗറ്റ് ചെയ്യുക. ഇപ്പം നമുക്ക് മുമ്പൊക്കെ എല്ലാ ട്രാൻസ്ഫർ വിൻഡോ വരുമ്പോഴും യുണൈറ്റഡിൽ നിന്ന് ഒരു ലോഡ് ഓഫ് ലോഡിങ്സ് ഉണ്ടാവും. ഇപ്പം ആൻ്റണി പോയത്, അതുപോലെ തന്നെ ഒനാന പോകുന്നു. അങ്ങനെ ഓരോ പ്രാവശ്യം ബോംബ് സ്ക്വാഡ് എന്നൊക്കെ പലപ്പോഴും യുണൈറ്റഡിൻ്റെ ഒരു വലിയൊരു പാക്കേജായിട്ട് പ്ലെയേഴ്സിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സ്ക്വാഡിൽ ഇപ്പം കസമീറോ എന്തായാലും ലീവ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഉഗാർട്ടെ കഴിഞ്ഞ 2 ട്രാൻസ്ഫറിൻ്റുമായിട്ട് പുറത്തോട്ടേക്ക് പറയുന്നൊരു പ്ലെയറാണ്. ഇതിലപ്പുറത്തേക്ക് ഈ ഒരു സീസണിൻ്റെ അവസാനം ടീം വിടാൻ സാധ്യതയുള്ള താരങ്ങൾ ആരെങ്കിലും ഉണ്ടോ? നമ്മളിപ്പോൾ അമറോമിൻ്റെ ഈ റൈവൽസിനെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ തന്നെ പറയേണ്ട കാര്യമാണ്. അമറോമിന് കാണിച്ച ധൈര്യമാണ് ഇന്ന് ഈ സ്ക്വാഡ് ഈ നിലയിൽ എത്തിച്ചത്. അപ്പോൾ നമുക്ക് റഷ്ഫോർഡ്, ഗർനാച്ചോ, ആൻ്റണി, സാൻജോ 4 വിങ്ങേഴ്സായിരുന്നു. വർഷങ്ങളായിട്ട് വലിയ ട്രാൻസ്ഫർ ഫീ കൊടുത്ത് വാങ്ങിയ, വലിയ വേജ് വാങ്ങുന്ന, പക്ഷേ ടീമിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ നടത്താതിരുന്ന ഇവരെ ഉദ്ദേശമാണ് ഈ ബോംബ് സ്ക്വാഡ് എന്ന് പറഞ്ഞത്. ഇവരുടെ കളി കൊണ്ട് മാത്രമല്ല, വലിയ വേജാണ്, ടീമിന് ഭയങ്കര ബാധ്യതയാണ്. പിന്നെ ഡ്രസ്സിങ് റൂമിൽ ഇഷ്യൂസ്. അതെ ഈ ഡ്രസ്സിങ് റൂം ലീക്സ് വരുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ടാണ് ബോംബ് സ്ക്വാഡ് എന്നുള്ള ഒരു പേരിട്ടത്. അപ്പോൾ ഈ ഒരു എൻ്റയർ ഇത് ക്ലിയർ ചെയ്യാൻ അമറിമിന് സാധിച്ചിട്ടുണ്ട്. അത് അമറിമ് വളരെ സ്ട്രോങ് ആയിട്ട് എടുത്ത ഡിസിഷൻ്റെ ഭാഗമായിട്ടാണ്. അതിലിപ്പോൾ 1-2 പ്ലേയേഴ്സ് ലോണിലാണ് പോയതെങ്കിലും അവരിന് തിരിച്ചു വരാൻ സാധ്യത ഇല്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കറണ്ട് സ്ക്വാഡിൽ അങ്ങനെ ഒഴിവാക്കേണ്ട ഒരു പ്ലേയേഴ്സ് ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പം പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ തന്നെ അത് ഇവിടെ ചാൻസ് കിട്ടാത്തതുകൊണ്ട് ഇപ്പം ഉഗാർത്തെ ആയാലും ഒരു പക്ഷേ സിർസി നല്ല ടാലൻറ്റഡ് പ്ലെയറാണ്. പക്ഷെ ഒരു EPL-ന് എത്രത്തോളം ചേരുന്ന പ്ലെയറാണെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പുള്ളി കുറച്ചും കൂടി ഒരു ഇറ്റാലിയൻ ലീഗിലൊക്കെ പോയാലും ഒരു പക്ഷേ നല്ലൊരു ടീമിലെ മെയിൻ സ്ട്രൈക്കർ ആവാൻ കെൽപ്പുള്ള പ്ലെയറാണ്. ഇപ്പോൾ കഴിഞ്ഞ വിൻഡോയിലൊക്കെ റോമ, നെപ്പോളി പോലത്തെ ഇറ്റാലിയൻ ക്ലബ്സ് പലരും ലിങ്ക്ഡ് ആയിരുന്നു. ഒരു പക്ഷേ ഈ ഒരു വിൻഡോയുടെ അവസാനം ടീം വിട്ടേക്കാം. അത് സിർസി പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു ബാക്കപ്പ് സ്ട്രൈക്കറെ, സെസ്കോൻ്റെ ഒരു ബാക്കപ്പായിട്ട് ഒരു സ്ട്രൈക്കറേയും കൊണ്ടുവന്നേക്കാം. ഇപ്പോൾ ലെമൻസിന് ഒപ്പം നിൽക്കാൻ ഒരു ഗോൾ കീപ്പർ സാധ്യതകളുണ്ടോ? ലെമൻസിൻ്റെ ഇപ്പം എന്തായാലും ഒനാന ഈ പറഞ്ഞ പോലെ ലോണിലാണ് പോയതെങ്കിലും ഈ സീസൺ കഴിയുമ്പോൾ പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പം ലെമൻസിൻ്റെ ബാക്കപ്പായിട്ടുള്ളത് ബാൻഡീർ എന്ന് പറഞ്ഞ ഒരു ടർക്കിഷ് കീപ്പറാണ്. അദ്ദേഹം ഈ സീസൺ കഴിയുമ്പോൾ വിടാനാണ് സാധ്യത. ഇനിയിപ്പം പുറത്തുനിന്നൊരു വലിയ ഗോൾ കീപ്പർ എന്തായാലും കൊണ്ടുവരാൻ സാധ്യത കുറവാണ്. കാരണം ലെമൻസിൻ്റെ കാര്യത്തിൽ ഒരു 100% സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പം യുണൈറ്റഡിൻ്റെ അക്കാഡമിയിലെ വിറ്റേക്ക് എന്ന് പറഞ്ഞൊരു പ്ലെയർ ഇപ്പോൾ ചാമ്പ്യൻഷിപ്പിൽ കളിക്കുന്നുണ്ട്. അപ്പം മിക്കവാറും അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്ന് ബാക്കപ്പ് ആവാൻ, അദ്ദേഹം അവിടെ ഭയങ്കര റേറ്റഡ് ആണ്, നല്ല പെർഫോമൻസ് ആണ് നടത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്ന് ബാക്കപ്പായി വെക്കാനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. ഇപ്പോൾ ലീഗിൽ നിലവിൽ 4ാം സ്ഥാനത്താണ്. ഒരു 11 മത്സരങ്ങളോളം ഇനിയും ബാക്കിയുണ്ട്.
അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ഇപ്പോൾ കഴിഞ്ഞ 6 മത്സരങ്ങൾ നമുക്കറിയാം ബിഗ് ടീംസിനെതിരെയൊക്കെ വിജയിച്ചിട്ടുണ്ടെങ്കിലും ഈ അവസാന 11 മത്സരം മതി ഈ പോയിന്റ് ടേബിൾ ഇക്വേഷനൊക്കെ മാറി പറയാൻ. എന്നിരുന്നാലും ഇപ്പോഴത്തെ ഒരു മാച്ചും ഈ ഒരു ടാറ്റിക്സും കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ട് ഈ സീസൺ അവസാനം ഒരു ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് ഫിക്സ്ഡ് ആണെന്ന് ഉറപ്പിക്കാൻ പറ്റും നമുക്ക്. ചാമ്പ്യൻസ് ലീഗ് കാരണം ഇപ്പം ഈ സീസൺ കഴിഞ്ഞ സീസൺ പോലെ തന്നെ 5 സ്പോട്ട് ഉണ്ട്. അപ്പോൾ ഈ 5 സ്പോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 6 ടീമുകളാണ് ഇപ്പം ശരിക്കും കോമ്പീറ്റ് ചെയ്യുന്നത് ഈ 5 സ്പോട്ട്. അതിലിപ്പോൾ ആർസണൽ, മാഞ്ചസ്റ്റർ സിറ്റി 1-2 ഒഴിവാക്കി വെച്ചാൽ ആസ്റ്റൺ വില്ലയാണ് ഇപ്പം 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ആസ്റ്റൺ വില്ല അടുപ്പിച്ച് കളി ജയിച്ച് കയറിയിട്ടാണ് ഈ പൊസിഷൻ എത്തിയത്. പക്ഷേ ഇപ്പം ഡിപ്പിലാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ആസ്റ്റൺ വില്ലയും യുണൈറ്റഡും തമ്മിൽ 3 പോയിന്റ്, ഒരു പോയിന്റിൽ 10 പോയിന്റൊക്കെ ഡിഫറൻസ് ഉണ്ടായിരുന്നതാണ്. വെറും 3 പോയിന്റ് വ്യത്യാസമേ ഉള്ളൂ. പിന്നെ യുണൈറ്റഡിൻ്റെ താഴെ ലിവർപൂളും ചെൽസിയും 3 പോയിന്റ് ഡിഫറൻസ്. അപ്പോൾ ഈ 4 ടീമിൽ 3 ടീമുകൾ തന്നെയാണ് ചാമ്പ്യൻസ് ലീഗ്. അതിലിപ്പോൾ നമ്മുടെ ഇനി വരുന്ന ഫിക്സ്ചേഴ്സും ഇപ്പോഴത്തെ ഫോമും നോക്കുകയാണെങ്കിൽ ഒരു 3, 4, 5 പൊസിഷനിൽ എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ. അതായത് കാരിക്കിന് കൊടുത്ത ടാർഗറ്റ് ചാമ്പ്യൻസ് ലീഗിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, അത് കാരിക്കിന് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് തോന്നുന്നത്.